ലാസ്റ്റ് സെക്ഷനിൽ നമ്മൾ എന്ത് ഡിസ്കസ് ചെയ്തിരുന്നു, എന്താണ് നമ്പർ പാറ്റേൺ എന്നുള്ളതായിരുന്നു ലാസ്റ്റ് സെക്ഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരു നമ്പർ പാറ്റേൺ എന്ന് പറയുന്നത് എന്താണ്? ഒരു നമ്പർ പാറ്റേൺ എന്ന് പറയുന്നത് സീക്വൻസ് ഓഫ് നമ്പേഴ്സ് ആണ് ദാറ്റ് ഫോളോസ് എ സ്പെസിഫിക് റൂള്. അതിന് മുൻപായിട്ട് ഞാനൊരു കാര്യം കഴിഞ്ഞ ക്ലാസ്സിൽ വിട്ട കാര്യം എന്ന് വെച്ചാൽ ഫിഗർ ഇറ്റ് ഔട്ട് ക്വസ്റ്റ്യനിലെ 2 ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഫിഗർ ഇറ്റ് ഔട്ടിലുള്ളത്. ആ 2 ക്വസ്റ്റ്യൻസും നമുക്ക് നോക്കാം. ക്യാൻ യു തിങ്ക് ഓഫ് അതർ എക്സാമ്പിൾസ് വേർ മാത്തമാറ്റിക്സ് ഹെൽപ്പ് ആസ് ഇൻ അവർ എവരിഡേ ലൈഫ്? നമ്മുടെ ഡെയിലി ലൈഫുമായിട്ട് മാത്സ് ഹെൽപ്പ് ചെയ്യുന്ന മറ്റ് സന്ദർഭങ്ങൾ നമുക്ക് എഴുതാൻ കഴിയും, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് തിങ്ക് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് ചോദിക്കുന്നത്. നമുക്ക് അതിൻ്റെ ആൻസറായിട്ട് ഞാനിവിടെ പറഞ്ഞു തരാം. നമ്മൾ ഒരു ഷോപ്പിൽ പോകുന്ന സമയത്ത് അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ക്യാഷ് കൊടുക്കുന്നുണ്ട്. ക്യാഷ്യറുടെ അടുത്ത് ക്യാഷ് കൊടുക്കും. അതിൻ്റെ ബാലൻസ് എമൗണ്ട് അവർ നമുക്ക് തിരിച്ചു തരും. സോ അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, മാത്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഷോപ്പിംഗ് ആൻഡ് കാൽക്കുലേറ്റിംഗ് ബിൽസ്. സോ ഫസ്റ്റ് പോയിന്റ് നമുക്ക് എന്ത് കൊടുക്കാം, ഷോപ്പിംഗ് ആൻഡ് കാൽക്കുലേറ്റിംഗ് ബിൽസ് എന്ന് കൊടുക്കാം. രണ്ടാമതായിട്ട് വരുന്നത് കുക്കിംഗ് ആൻഡ് മെഷറിംഗ് ഇൻഗ്രീഡിയൻസ്. വൈൽ കുക്കിംഗ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഐറ്റംസ് സെലക്ട് ചെയ്യുന്നുണ്ട്, എത്ര എണ്ണം വേണം, എത്ര കപ്പ്, അല്ലെങ്കിൽ അതിൻ്റെ മെഷർമെൻറ്റ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, മാത്സ് യൂസ് ചെയ്യുന്നുണ്ട്. അത് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ പിന്നെ നമ്മൾ ടെല്ലിങ് ടൈം. നമ്മൾ ടൈം നോക്കുന്ന സമയത്ത് മോർണിംഗ് നമ്മൾ വേക്കപ്പ് ചെയ്യുന്നത് മുതൽ സ്ലീപ്പിംഗ് ടൈം വരെ നമ്മുടെ ഒരു ഡേ നമ്മൾ ക്രമീകരിക്കുന്നത് ഈ ഒരു ടൈം വെച്ചിട്ടാണല്ലോ. ഷാർപ്പ് 8:30 നമ്മൾ സ്കൂളിൽ എത്തണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ഒരു 7:30 എണീറ്റ് നമുക്ക് എന്ത് ചെയ്യണം, എല്ലാം ഒരു ഷെഡ്യൂൾഡായിട്ട് നമുക്ക് എന്ത് ചെയ്യണം, നടത്തിപ്പോണം വേണ്ടേ. സോ നമുക്ക് എന്ത് ചെയ്യണം, അവിടെ ഉണ്ട് മാത്സ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ലൈക്ക് ആൾസോ പ്ലേയിങ് ഗെയിംസ് പ്ലേ ചെയ്യുന്ന സമയത്തും നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, മാത്സ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഹൗ ഹാസ് മാത്തമാറ്റിക്സ് ഹെൽപ്ഡ് പ്രൊപ്പൽ ഹ്യൂമാനിറ്റി ഫോർവേഡ്? അവിടെ നമ്മളോട് മെയിനായിട്ട് ഇതുകൂടെ ഇൻക്ലൂഡ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താണ് അവർ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്, യു മൈറ്റ് തിങ്ക് ഓഫ് എക്സാമ്പിൾസ് ഇൻവോൾവിങ്. എന്തിൻ്റെയൊക്കെ എക്സാമ്പിൾസ്? ക്യാരിങ് ഔട്ട് സയൻറ്റിഫിക് എക്സ്പെരിമെൻറ്റ്. നമ്മുടെ യൂണിവേഴ്സിൽ അല്ലെങ്കിൽ വേൾഡിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സയൻറ്റിഫിക് എക്സ്പെരിമെൻറ്റ്സിൽ മാത്സിന് എത്രമാത്രം പങ്കുണ്ടെന്ന് വിമർശിക്കണം. അതുപോലെ റണ്ണിങ് അവർ എക്കോണമി ആൻഡ് ഡെമോക്രസി. നമ്മുടെ ഡെമോക്രാറ്റിക് ഇന്ത്യയിൽ, അതല്ലാന്നുണ്ടെങ്കിൽ ഏതൊരു ഡെമോക്രസി കൺട്രി അതുപോലെ അവരുടെ ആ ഒരു കൺട്രി നമ്മൾ ഫോളോ ചെയ്യുമ്പോൾ അതിനൊരു എക്കോണമി ഉണ്ടായിരിക്കും. ആ എക്കോണമി, അവരുടെ സമ്പദ് വ്യവസ്ഥ, അതിലൊക്കെ എത്രമാത്രം മാത്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ബ്രിഡ്ജസ് ഉണ്ടാക്കുന്നതിൽ, ഹൗസ് ബിൽഡ് ചെയ്യുന്നതിൽ, അതുപോലെ TV, മൊബൈൽ ഫോൺ ടെക്നോളജി, ഡിവൈസ്, ഇതിലൊക്കെ എങ്ങനെയാണ് മാത്സ് ഹെൽപ്പ്, ഒരു ഹ്യൂമൻ അത് നമ്മുടെ മനുഷ്യരെ എങ്ങനെയാണ് സഹായിക്കുന്നത് എന്നുള്ളതാണ്. അത് നമുക്ക് എങ്ങനെ എടുക്കാം, മാത്തമാറ്റിക്സ് ഹാസ് ഹെൽപ്ഡ്. എന്തിലൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, സയൻറ്റിഫിക് റിസർച്ച്. മനുഷ്യരെ അവരുടെ സയൻറ്റിഫിക് റിസർച്ചുകളിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അത് മനുഷ്യന് എന്താണ്, ഒരു പ്ലസ് പോയിന്റ് ആണ്. സ്പേസ് എക്സ്പ്ലോറേഷന്, ബിൽഡിംഗ് ബ്രിഡ്ജസ്, ലൈക്ക് നമ്മുടെ നാട്ടിലുള്ള പാലങ്ങൾ, റോഡുകൾ, നമ്മുടെ സ്ട്രക്ചേഴ്സ്, വലിയ വലിയ ബിൽഡിങ്ങുകൾ, ഫ്ലാറ്റുകൾ, ഇവിടെയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, മാത്സ് വർക്ക് ചെയ്യുന്നുണ്ട്. എത്ര ഡിസ്റ്റൻസിൽ, എത്ര മീറ്ററിൽ, റൂമിൻ്റെ വിഡ്ത്ത്, ഹൈറ്റ്, അങ്ങനെ എന്ത് കാര്യത്തിലായിക്കോട്ടെ മാത്സ് എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ വരുന്നുണ്ട്. പിന്നെ വരുന്നത് മെഡിക്കൽ ഡിസ്കവറീസിൽ മെഡിസിൻസ്, അതുപോലെ ഡിവൈസസ്, ടെക്നോളജിയിൽ, ഇവിടെയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, മാത്സ് വരുന്നുണ്ട്. പിന്നെ മറ്റൊന്ന് വെതർ ഫോർകാസ്റ്റിംഗ്. നമ്മൾ നേരത്തെ വീഡിയോയിൽ പറഞ്ഞത് തന്നെ, വെതർ ഫോർകാസ്റ്റിംഗിൽ എന്ത് ചെയ്യുന്നുണ്ട്, മാത്സ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്.